ഹലോ ഓൾ, ഇന്ന് നമ്മൾ ഡി-സാലറി ആപ്ലിക്കേഷൻ്റെ ഡെമോ ആണ് ചെയ്യുന്നത്. ഡി-സാലറി ആപ്ലിക്കേഷൻ മെയിനായിട്ടും പേറോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് ഹാൻഡിൽ ചെയ്യാനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലെ മെയിൻ മോഡ്യൂൾസ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻസ്, റിപ്പോർട്ട്സ്, അഡ്മിൻസ്. ഇതിൽ മാസ്റ്റർ സ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡിപ്പാർട്ട്മെൻറ്റ്സ്, കാറ്റഗറി, ഡെസിഗ്നേഷൻ, എംപ്ലോയി, സാലറി മാസ്റ്റർ ഇൻഫോ, പ്രൊഫഷണൽ ടാക്സ്, അലവൻസ്, ഡിഡക്ഷൻസ്, ഹോളിഡേയ്സ്, ലീവ് ടൈപ്പ്, ഇത്രയും മാസ്റ്റേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എൻട്രീസ് കാണാൻ സാധിക്കും ഈ ടേബിളിൽ. ഇതിൽ ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഈ ആക്ഷൻസ് കോളത്തിലെ ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമുക്ക് വ്യൂ, എഡിറ്റ്, ഡിലീറ്റ് ഇത്രയും ഓപ്ഷൻസ് സാധ്യമാണ്. ഇതിൽ വ്യൂസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാൻ സാധിക്കും. എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. ഡിലീറ്റിൽ നമുക്ക് ഇതേപോലെ ആ ഒരു ഏത് ഡിപ്പാർട്ട്മെന്റാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിവിടെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ക്രീനിലെ സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ നമുക്ക് മാസ്റ്റർ സ്ക്രീനിലെ സാലറി മാസ്റ്റർ ഇൻഫോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഇവിടെ, സാലറി ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഏത് എംപ്ലോയിയാണോ സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സെലക്ട് ചെയ്ത എംപ്ലോയിയുടെ ഡിപ്പാർട്ട്മെൻറ്റ്, കാറ്റഗറി, എംപ്ലോയി കോഡ്, പിന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട എഫക്റ്റീവ് ഫ്രം ഡേറ്റ് അതും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സെലക്ട് ചെയ്യുന്ന വഴി നമുക്ക് എംപ്ലോയിയുടെ സാലറി നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഈ ഒരു എംപ്ലോയിയുടെ സാലറി ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് വേണ്ട മോഡിഫിക്കേഷൻസ്, ഇപ്പോൾ സാലറി കൂട്ടാനാണെങ്കിൽ സാലറി കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തതായി വരുന്നത് ട്രാൻസാക്ഷൻ സ്ക്രീനാണ്. ഇതിൽ സാലറി പ്രീ റൺ സ്ക്രീനിൽ നിന്ന് നമുക്ക് ഏത് മന്തിലെ സാലറി ആണോ, ഏത് കാറ്റഗറിയിലെ സാലറി ആണോ നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രോസസ് പ്രീ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ആ മന്തിലെ സാലറി, ആ കാറ്റഗറിയിലുള്ള എംപ്ലോയീസിൻ്റെ സാലറി അവിടെ ജനറേറ്റ് ആവുന്നതിന് ശേഷം സേവ് ആവുന്നതാണ്. അടുത്തതായി വരുന്നത് അഡീഷണൽ ഡിഡക്ഷൻ സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ നിന്നും ഏത് എംപ്ലോയിക്കാണ് അഡീഷണൽ ഡിഡക്ഷൻ ആഡ് ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്ത ശേഷം എഡിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഈ സ്ക്രീനിൽ നിന്ന് നമുക്ക് ഏത് ഡിഡക്ഷനാണോ അഡീഷണലായിട്ട് ആഡ് ചെയ്യാനുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും സെലക്ട് ചെയ്യുക. ശേഷം എത്ര എമൗണ്ട് ആണോ നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ടോ അത് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം സേവ് ചെയ്യുന്നതോടെ നമുക്കിവിടെ സേവ് ആവുന്നതാണ് ഡാറ്റ. അടുത്തതായി വരുന്നത് മന്ത്ലി സാലറി ഇൻഫോ ട്രാൻസാക്ഷൻ സ്ക്രീനാണ്. ഈ സ്ക്രീനിൽ നിന്നും നമുക്ക് ഏത് എംപ്ലോയി ആണ് വേണ്ടതെന്ന് ചൂസ് ചെയ്ത ശേഷം നമുക്ക് ആ എംപ്ലോയിയുടെ റെമ്യൂണറേഷൻ മന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസത്തെ എംപ്ലോയിയുടെ സാലറി ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏത് എംപ്ലോയിയുടെ സാലറി ആണോ നമുക്ക് ഏത് മാസത്തെ ആണോ കാണേണ്ടത് അത് നമുക്കിവിടെ മന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ നമുക്ക് ആ മാസത്തെ മന്ത് കാണാൻ സാധിക്കും. അടുത്തതായി വരുന്നത് LW എൻട്രി സ്ക്രീനാണ്. ഈ സ്ക്രീനിലാണ് നമുക്ക് എംപ്ലോയിയുടെ ലീവൊക്കെ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നത്.
ഏത് എംപ്ലോയി ആണ് വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ കാറ്റഗറിയും ഡിപ്പാർട്ട്മെൻറ്റും സെലക്ട് ചെയ്തതിന് ശേഷം എത്ര ദിവസമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സ്ക്രീനിൽ നിന്നും. അടുത്തതായി വരുന്നത് അഡീഷണൽ അലവൻസ് ട്രാൻസാക്ഷൻ സ്ക്രീനാണ്. ഇതിൽ ഏത് എംപ്ലോയിയാണ് നമുക്ക് അഡീഷണൽ അലവൻസ് ആഡ് ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് അലവൻസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുക. അത് ഏത് മന്ത് തൊട്ടാണ് വേണ്ടതെന്ന് നമുക്ക് ഇതിൽ നിന്നും സ്റ്റാർട്ട് മന്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻഡ് മന്തും നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം എമൗണ്ട് അടച്ചതിന് ശേഷം നമുക്ക് സേവ് ആക്കുമ്പോൾ ആ എംപ്ലോയിയുടെ ആ മാസത്തെ അലവൻസ് അഡീഷണലായി സേവ് ആവുന്നതാണ്. അടുത്തതായി വരുന്നത് റിപ്പോർട്ട്സ് മൊഡ്യൂൾ ആണ്. ഇതിൽ 6 റിപ്പോർട്ട്സ് ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ മന്ത്ലി ചെക്ക് ലിസ്റ്റ് സ്ക്രീൻ എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ മന്ത് ഓഫ് പേ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഏത് മാസത്തെ റിപ്പോർട്ടാണോ വേണ്ടത് അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് വേണ്ടതെന്നും ഇവിടെ ചൂസ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് നിൽക്കുമ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ റിപ്പോർട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ പ്രിൻ്റ് നിൽക്കുമ്പോൾ നമുക്ക് ആ മാസത്തെ റിപ്പോർട്ട് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ടു എക്സൽ ഓപ്ഷൻ വഴി നമുക്ക് ആ മാസത്തെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സലായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മന്ത്ലി സാലറി ഡീറ്റെയിൽസ് റിപ്പോർട്ട്സിൽ നമുക്ക് മന്ത് ഓഫ് പേ സെലക്ട് ചെയ്ത ശേഷം ഡിപ്പാർട്ട്മെൻറ്റും സെലക്ട് ചെയ്താൽ നമുക്ക് പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മാസത്തെ നമുക്ക് സാലറി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രിൻ്റ് ഓപ്ഷൻ വഴി നമുക്ക് പ്രിൻ്റ് എടുക്കാനും അതേപോലെ തന്നെ എക്സ്പോർട്ട് ടു എക്സൽ ഓപ്ഷൻ വഴി നമുക്കത് എക്സലായിട്ട് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. മന്ത്ലി കൺസോളിഡേറ്റ് മന്ത്ലി സാലറി റിപ്പോർട്ടും നമുക്കിതുപോലെ തന്നെ മന്ത് ഓഫ് പേയും ഡിപ്പാർട്ട്മെൻറ്റും ചൂസ് ചെയ്ത ശേഷം നമുക്ക് ആ മാസത്തെ റിപ്പോർട്ട് പ്രോസസ്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ പ്രിൻ്റ് ബട്ടൺ നിൽക്കുമ്പോൾ നമുക്ക് ആ മാസത്തെ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ എക്സ്പോർട്ട് ടു എക്സൽ ബട്ടൺ വഴി നമുക്ക് ആ മാസത്തെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഏത് മാസവും ഏത് സ്റ്റേറ്റ്മെൻറ്റാണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് അതും ചൂസ് ചെയ്ത ശേഷം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ചൂസ് ചെയ്താൽ ആ മാസത്തെ റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിലും ഇതേപോലെ പ്രിൻ്റും എക്സ്പോർട്ട് ടു എക്സൽ ഓപ്ഷനും ഉണ്ടാകുന്നതാണ്. ഇയർലി സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമുക്ക് ഏത് ഇയറാണോ റിപ്പോർട്ട് എടുക്കേണ്ടത് ആ ഇയർ ചൂസ് ചെയ്ത ശേഷം നമുക്ക് റിപ്പോർട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഏത് ഇയർ തൊട്ട് ഏത് ഇയർ വരെയാണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആണോ റിപ്പോർട്ട് നമുക്ക് കാണേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്ത ശേഷം പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ മാസത്തെ ആ ഒരു വർഷത്തെ എംപ്ലോയീസിൻ്റെ ലിസ്റ്റ് കാണിക്കും. അതിൽ നമുക്ക് ഏത് റിപ്പോർട്ടാണോ വ്യൂ ചെയ്യേണ്ടത് അത് നമുക്ക് വ്യൂ ചെയ്ത ശേഷം നമുക്കിവിടെ പ്രിൻ്റ് എടുക്കാനും എക്സ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ടു എക്സൽ ഓപ്ഷനും നമുക്കിവിടെ സാധ്യമാണ്. അതുവഴി നമുക്ക് എക്സലായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അടുത്തതായി വരുന്നത് ഇയർലി PF സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ റിപ്പോർട്ടിൽ നമുക്ക് പേ ഇയറും ഡിപ്പാർട്ട്മെൻറ്റും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ മന്തിലെ റിപ്പോർട്ട്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിലും പ്രിൻ്റ് ഓപ്ഷനും എക്സ്പോർട്ട് ടു എക്സൽ ഓപ്ഷനും അവൈലബിൾ ആണ്. അടുത്തതായി വരുന്നത് അഡ്മിൻസ് മൊഡ്യൂൾ ആണ്. ഇതിൽ നമുക്ക് സെറ്റപ്പ് ഇൻഫോയിൽ നമുക്ക് കറൻറ്റ് മന്തും കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറും PF എലിജിബിൾ ഏജ് PT എലിജിബിൾ ഏജ് PF പെർസെൻറ്റേജ് സാലറി മാക്സിമം ലിസ്റ്റ് ഫോർ PF ഇതെല്ലാം നമുക്ക് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അതുവഴി നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇപ്പോൾ നമ്മുടെ ഡാറ്റ സേവ് ആയിരിക്കുന്നതാണ്. അടുത്തതായി വരുന്നത് മന്ത്ലി പേറോൾ ഓൺ സ്ക്രീനാണ്. മന്ത്ലി പേറോൾ ഓൺ സ്ക്രീനിൽ നിന്ന് നമുക്ക് ഏത് മന്താണ് എന്ന് ചൂസ് ചെയ്ത ശേഷം ആ മാസത്തെ ഡാറ്റ നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ലോക്ക് ചെയ്യുന്നതിലൂടെ മറ്റ് യൂസേഴ്സിൽ നിന്നും ആ മാസത്തെ സാലറി ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ മന്ത് ചൂസ് ചെയ്ത ശേഷം പേറോൾ ഓൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ആ മാസത്തെ ഡീറ്റെയിൽസ് ലോക്കായിരിക്കുകയാണ്. ഇത് അൺലോക്ക് ചെയ്യുന്നതിനായി എഡിറ്റ് പ്രീവിയസ് ട്രാൻസാക്ഷൻസിൽ നമ്മൾ സെലക്ട് ചെയ്ത മന്ത് ചൂസ് ചെയ്ത ശേഷം നമുക്ക് അൺഫ്രോസ് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ മാസത്തെ ഡീറ്റെയിൽസ് അൺലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മുടെ സ്ക്രീനിലെ മൊഡ്യൂൾസ് വരുന്നത്. ഓക്കെ, താങ്ക് യു.